ഹായ് ഓൾ. സോ ഇന്നൊരു ലൈവ് ട്രേഡ് സെഷനാണ്. നമുക്ക് ഫിബ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസ് കണ്ടെത്തി ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നൊരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ബീറിഷ് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഫിബ് ഉപയോഗിച്ചിട്ട് ബുള്ളിഷ് ട്രേഡ് എങ്ങനെ ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്കാദ്യം ഫിബ് എടുക്കാം. ഇവിടെ നമുക്കൊരു ലോ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ഈ ഹൈയിലേക്ക് വരയ്ക്കുകയാണ്. നമുക്കിവിടെ എക്സാക്റ്റ് 61% മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ എൻ്റെ എൻട്രി ഒരു കോൾ ഓപ്ഷൻ ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫിബ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയാണ് കിട്ടിയത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ക്ലോസ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ആ ഒരു വ്യൂ സ്റ്റിൽ ഇൻടാക്റ്റ് ആണ്. ഞാനിപ്പം എടുത്തേക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് 23,700 കോൾ ഓപ്ഷനാണ്. ഞാൻ ആ ചാർട്ടും കൂടെ വേണമെങ്കിൽ സൈഡിൽ വെക്കാം. ഓക്കെ, അപ്പം 23,700 ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. 300 ക്വാണ്ടിറ്റീസാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലോങ് പൊസിഷൻ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് 61% താഴെ, അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ചെറിയ ബഫറിങ്ങിൽ സ്റ്റോപ്പ് ലോസും വെക്കാം. ടാർഗറ്റ് റാൻഡമാണ് വെക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ ഞാൻ പിന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുള്ളൂ. നമുക്ക് നോക്കാം. മാർക്കറ്റ് ബീറിഷാണ്, അതുകൊണ്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഏകദേശം ഒരു റാൻഡമായിട്ടൊരു ടാർഗറ്റ് ഇപ്പോൾ വെക്കാം. ഓക്കെ, നമുക്കൊരു 16 പോയിൻറ്റോളം സംതിങ് സ്റ്റോപ്പ് ലോസ് മാക്സിമം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് സ്റ്റിൽ അതിൻ്റെ താഴേക്ക് പോയിട്ടില്ല. നമുക്കൊരു ക്യാൻഡിൽ ക്ലോസ് ആ ഒരു 61% താഴെ കിട്ടിയാൽ മാത്രമേ നമ്മുടെ വ്യൂ തെറ്റിപ്പോവുള്ളൂ. അതുവരെ നമുക്ക് സ്റ്റിൽ ഹോപ്പിംഗ് ആണ്. മാർക്കറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഫിബ് അങ്ങ് ഒഴിവാക്കാം. അപ്പം ഇപ്പോൾ ഈ ഫിബ് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സെൽ കിട്ടും. കാര്യം നമ്മൾ എടുക്കുന്നത് ഓൾറെഡി ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സിനേറിയോ, ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ബുള്ളിഷ് മേളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടുന്ന് ആയിരിക്കണം മാർക്കറ്റ് മേളിലേക്ക് കയറേണ്ടത്. അല്ലാണ്ട് ഇനി ഇവിടുന്ന് താഴേക്ക് പോയിട്ട് മാർക്കറ്റ് തിരിച്ച് മേളിലേക്ക് കയറില്ല. കാര്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഗ്യാപ്പ് ഫില്ലിങ്ങും അവിടെ നടന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ ഒരു ഫിബിൻ്റെ നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസും കിട്ടിയിരിക്കുന്നത്. സോ ഇവിടുന്ന് ഇനി മാർക്കറ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരിക്കലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. നമുക്കിവിടെ പ്രൈസ് റേഞ്ച് നോക്കിയാൽ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒരു 33 പോയിൻറ്റ്സോളം നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും 1:2 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കണം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെ സിമ്പിളായിട്ട്, ഞാനിത് എൻ്റെ നോർമൽ ട്രേഡിംഗ് സ്റ്റൈലിൽ ഞാനിത് ചെയ്യാറില്ല. ഇത് ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമുക്കിവിടെ 1:1 ആയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഒരു 32 പോയിൻറ്റ്സോളം, ഒരു 33 പോയിൻറ്റ്സോളം വെക്കുകയാണെങ്കിൽ അവിടെ ആയിരിക്കുമല്ലോ നമ്മുടെ 1:2. അപ്പം നമുക്ക് ഈ 1:2 നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് തന്നെ എടുക്കാം. അവിടെ എത്തുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പാർഷ്യൽ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ 1:2. അപ്പം പ്രീമിയത്തിൽ ഇപ്പോൾ എവിടെ എത്തുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. സോ നമുക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് പ്രീമിയം ആ സമയത്ത് എത്തുമ്പോൾ നമുക്കൊന്നെങ്കിൽ നമുക്ക് പാർഷ്യൽ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാം. സോ നമുക്കിനി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്ലാൻ എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് കാണിച്ചു തരാം.
സോ പ്രൈസ് നമ്മുടെ ടാർഗറ്റ് വണ്ണോടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് വണ്ണിൽ നമുക്ക് പാർഷ്യൽ ക്വാണ്ടിറ്റി അങ്ങ് എക്സിറ്റ് ചെയ്തേക്കാം. ഈ മൊമെൻറ്റം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ ഫുൾ ക്വാണ്ടിറ്റിയും എക്സിറ്റ് ചെയ്യേണ്ടി വരും. മേ ബി ഞാൻ ഇവിടെ പാർഷ്യൽ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു വലിയ ക്യാൻഡിലാണെങ്കിൽ നമുക്കൊരു നല്ല സ്പൈക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സ്പൈക്കിൽ തന്നെ നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി അവിടെ നിന്ന് അങ്ങ് എക്സിറ്റ് ചെയ്ത് മാറാം. കാര്യം അതായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണത്. നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് അതങ്ങ് എക്സിറ്റ് ചെയ്തേക്കാം ബാക്കി ക്വാണ്ടിറ്റിയും കൂടെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ബാക്കി ക്വാണ്ടിറ്റിയും കൂടെ എക്സിറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ഫിബ് വെച്ച് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. ഈ മാർക്കറ്റ് ഈ ഒരു വലിയ മൂവ്മെൻറ്റ് വന്നിട്ടില്ലേ, ഈ ഒരു അത്രയും വലിയൊരു മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ് നമുക്കിവിടെ കളക്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റ് ഇവിടുന്ന് എത്രയും മേളിലേക്ക് പോകും, ചിലപ്പോൾ താഴേക്കും വരാം. പക്ഷേ ഈ വലിയൊരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് താഴേക്ക് വന്നാൽ പ്രീമിയം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫിബ് വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതിൻ്റെ ഒരു ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ലൈവ് ട്രേഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഫിബിനെ പറ്റി പറഞ്ഞു തരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ലൈവ് ട്രേഡ്സ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.